ഡൽഹി ഹൈക്കോടതിയിൽ SFIയുടെ ഒരു സത്യവാങ്മൂലം വരാനിടയായി. ആ സത്യവാങ്മൂലം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ സത്യവാങ്മൂലത്തിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ശ്രീമതി വീണ വിജയൻ്റെ പേരുള്ള എക്സാലോജി കമ്പനി അവർക്ക് വഴിവിട്ട സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്, കിക്ക് ബാക്ക് കിട്ടിയതായിട്ട് അതിനകത്ത് തെളിവ് കിട്ടി എന്നവർ പറഞ്ഞു. അത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് കിക്ക് ബാക്ക് കിട്ടിയത്, പണം കിട്ടിയതിൻ്റെ തെളിവും അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ശ്രീമതി വീണ വിജയനുമായിട്ട് ബന്ധമുള്ള രാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോൾ മുഹമ്മദ് റിയാസ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് പിന്നെ അല്ലേ വന്നേ, അതിന് മുമ്പായിരിക്കുമല്ലോ ശ്രീ പിണറായി വിജയൻ വരുന്നത്, അതായിരിക്കും. അപ്പോൾ അത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതാദ്യം പുറത്തോട്ട് വരുന്നത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ അവരുടെ കണ്ടെത്തലിലൂടെയാണ്. അവർ കണ്ടെത്തിയതെന്ന് പറയുന്നത് കുറെ രാഷ്ട്രീയ നേതാക്കൾ പേരെഴുതിയിട്ടുണ്ട്. ആ പേര് അവർ വിശദീകരിച്ച് എഴുതിയിട്ടില്ല. PV ഒന്ന്, അതുപോലെ RC, KK, UC തുടങ്ങിയ ഇനിഷ്യൽസ് ആണ് അക്ഷരങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലെ അതിൻ്റെ ഫുൾ ഫോമും വെളി വന്നു. PV എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ കേട്ടോ. അതേപോലെ തുടങ്ങും ആളുകൾ. ഒരു രാഷ്ട്രീയക്കാരും ഇതിൽ നിന്ന് മുക്തരല്ല കേട്ടോ. അതായത് KK കുഞ്ഞാലിക്കുട്ടി, അതേപോലെ തന്നെ RC രമേശ് ചെന്നിത്തല തുടങ്ങി ഒരുപാട് പേരുടെ, UC ഉമ്മൻചാണ്ടി തുടങ്ങിയുള്ള ആളുകളുടെ പേര് ഇവിടെ വന്നു. ബാക്കി അതിലെ അവസാനം വന്ന ആരുടെയോ ഫുൾ ഫോം എനിക്കറിയില്ല. ഏതായാലും ഇത് വന്നതിന് ശേഷം വലിയ കൊള്ളൊക്കെ ഉണ്ടായി. അപ്പോൾ SFIO വലിയ അന്വേഷണം നടത്തും, ED വലിയ അന്വേഷണം നടത്തും. അപ്പോൾ ഇതിൽ നിന്ന് രാഷ്ട്രീയക്കാരൊന്നും തന്നെ മുക്തരല്ല എന്ന് കാണുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ CMRന്റെ അപ്പോൾ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു അവർ വാങ്ങിയത്. ഇപ്പോൾ ബാക്കി കോൺഗ്രസിന്റെ നേതാക്കളും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവും ഒക്കെ അപ്പം ഇത് വാങ്ങിയെടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. അത് പാർട്ടിക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ PVക്ക് ഇത് പറയാൻ ഒക്കത്തില്ല. അതിൻ്റെ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് അവര് ഇങ്ങനെയുള്ള തുക എടുക്കത്തില്ല. അപ്പോൾ പാർട്ടിക്ക് വാങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് കാര്യം. മറ്റൊരു പാർട്ടിക്ക് വേണ്ടി വാങ്ങി, പാർട്ടി അതിനെതിരെ പറയുന്നില്ല. അവർ പാർട്ടി ഡിസോൺ ചെയ്യാത്തിടത്തോളം കാലം അവർ തന്നെ വാങ്ങി, അവരുടെ പേഴ്സണൽ ഗെയിനിന് വാങ്ങിയെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഇവിടെ പാർട്ടി വാങ്ങാത്തിടത്തോളം കാലം ഈ പണം വാങ്ങിയെടുത്തപ്പോൾ അത് ഈ PV എന്ന് പറയുന്ന ആളിന് പ്രശ്നമാവും. അതുകൊണ്ടാണ് ഈ PV എന്ന് പറയുന്നത് നമ്മുടെ പോക്കുവരവെന്നോ അല്ലെങ്കിൽ പാറശാല വിനോദമെന്നോ ഒക്കെ നമുക്ക് ചിലപ്പോൾ പറയാവുന്നത്. ആരാന്ന് അറിയത്തില്ലല്ലോ, രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ശ്രീമതി വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് എന്ന് പറഞ്ഞു. അത് ആരാണെന്നുള്ളത് ഇനി പുറത്തു വരട്ടെ. ഇനി അത് SFIO ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തി എല്ലാം ശരിയാക്കും എന്ന് നമുക്കൊരു ധാരണയും വേണ്ട. അവരിതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതെല്ലാം മുഴുവൻ ഒത്തുകളിയാണ്. ഇതെല്ലാം കള്ളക്കളികളാണ്, തമ്മിലുള്ള ഒത്തുകളിയാണ്. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് കാണണം. നമ്മളെ കാണിക്കും. ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കണമെങ്കിൽ എന്താണെന്നറിയോ, ഇനി ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ അത് കഴിയുന്നത് വരെ SFIO ഇങ്ങനെ വളരെ വിജിലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അവർ വരും, അവരിവിടെ കാണും, അവർ പോകും, അവർ വരും. ഇപ്പൊ നാളെ ചെയ്യാൻ പോകുന്നു, മറ്റന്നാൾ പൊട്ടിക്കാൻ പോകുന്നു. ഒന്നും പൊട്ടാൻ പോകുന്നില്ല. നെടുമുടി വേണു തേങ്ങ അവിടെ ചോലയുള്ളത്, ഒന്നും പൊട്ടത്തില്ല കേട്ടോ. അവസാനം ബ്ലഡി ഫൂളെന്നും പറഞ്ഞ് വാങ്ങിച്ച് നമ്മൾ എറിയുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അതാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉള്ളത് CMRLനെ സംബന്ധിച്ചിടത്തോളമാണ് വളരെ വലിയ പ്രശ്നം. CMRL ഇതുപോലെ എല്ലാവർക്കും പണം കൊടുത്തിട്ടുണ്ട്. ആ പണം കൊടുത്ത കൂട്ടത്തിൽ വിധ്വംസക ഇടപാട് നടത്തുന്ന ആളുകൾ, തീവ്രവാദികൾ ആയിട്ടുള്ളവർക്ക്, തീവ്രവാദ സംഘടനകൾ, അങ്ങനെയുള്ളവർക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്ന് പുറത്തു വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏറ്റവും പറ്റിയത് NIAക്ക് രംഗപ്രവേശനം ചെയ്യാനുള്ള ഒരു വഴിമരുന്നാണത്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ല. ചിലപ്പം ഏതെങ്കിലും തീവ്രവാദി എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും പിടിച്ച് അതിനകത്ത് കാശ് വാങ്ങിച്ചെന്നും പറഞ്ഞ് അയാളെ പിടിക്കും. ബാക്കി വാങ്ങിച്ചവർക്കൊന്നും പ്രശ്നമില്ല. വാങ്ങിച്ചവരെല്ലാം അവർ ഇഷ്ടം പോലെ വാങ്ങിച്ച് പുട്ടടിച്ചിട്ടുണ്ട്. അതൊന്നും യാതൊരു കുഴപ്പമില്ല. CMRLൽ നിന്ന് ഈ പണം ഇവിടുന്ന് കിട്ടുന്നത്, ഇവിടുന്ന് അനിയന്ത്രിതമായ രീതിയിൽ മണൽ വാരിക്കൊണ്ടുപോവുകയാണ്.
കൊണ്ടുപോയിട്ട് തീരദേശത്തുനിന്നും വാരി അവിടെ എല്ലാം റെഡിയാക്കി നശിപ്പിച്ച് അതും സ്വർണ്ണമാണ് ഈ വാരിക്കൊണ്ട് പോകുന്നത്. അതാണ് കാര്യം. അത്രത്തോളം വിലയുള്ള ഒരു സാധനമാണ് ഈ വാരിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ എത്ര ഇവർ 430 കോടി രൂപ കിക്ക് ബാക്ക് കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപയുടെ വരുമാനം കിട്ടിയിട്ടായിരിക്കും കൊടുക്കുന്നത്? ഈ കിട്ടുന്നതിൻ്റെ ഒരു 10% പോലും അവന്മാർ കൊടുക്കുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, അവർക്ക് കിട്ടിക്കൊണ്ട് ഇരിക്കുന്നത് എന്താണ്. ഈ കണക്കിലൂടെ വെളിയിൽ വന്നത് മാത്രമൊന്നുമല്ല, അതല്ലാതെ തന്നെ ഇഷ്ടംപോലെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും. ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നവർ വന്ന് യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ അവർ വിൽക്കുകയാണ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഈ മണ്ണ് വിൽപ്പനയിലൂടെ നമ്മൾ കാണുന്നത്. പണ്ടൊരാൾ തന്നെത്താൻ ഇതെടുത്ത് ഒരു റെഡിയാക്കി കൊടുക്കാൻ ഒരു കമ്പനിക്ക് കൊടുക്കാൻ നേരത്ത് വലിയ ബഹളം ഉണ്ടാക്കിയവരാണ് ഈ മാർക്സിസ്റ്റുകാർ. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഭരണത്തിൽ വന്നപ്പോഴോ കറുത്താക്കി കൊടുത്തു, ഒരു കുഴപ്പമില്ല. കരിമണൽ കറുത്താക്കി അങ്ങോട്ട് കൊടുത്തു. ആ CMRന് ഇഷ്ടം പോലെ കയറി മേയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ശരിക്ക് വാരിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ എന്താ പൊഴി മുറിക്കുന്നെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അവിടെ. നമ്മൾ നോക്കിയാൽ കാണാം. ആ തോട്ടപ്പള്ളി ചെന്ന് നോക്കിയാൽ നമുക്ക് ആ പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണാം. അവിടെ എന്നും പൊഴി മുറിച്ചുകൊണ്ടിരിക്കുക. എത്ര ലോഡ് മണലാ കയറി പൊന്നെന്നറിയോ? ഒരു ദിവസം 100 കണക്കിന് ലോഡാണ് ഈ പറയുന്ന മണല്. ഈ ധാതു എന്ന് പറയുന്നത് ഇത്രത്തോളം വിലയുള്ളതാണ്. നമ്മുടെ നാടിന്റെ സമ്പത്താണ്. ഈ കേരളത്തിന് കേന്ദ്രത്തിന് മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു ഗതികേടും വരത്തില്ല. ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ കേരളം ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള സംസ്ഥാനമായിട്ട് മാറിയനെ. അതേപോലുള്ള സംസ്ഥാനമായിട്ട് മാറിയനെ. അത്രത്തോളം സാമ്പത്തികമായി ഉന്നമനമുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയനെ. ഇത് കേരളത്തിന് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ കേരളത്തിന് കിട്ടത്തില്ല ഇത്. അതായത് ഇതങ്ങ് ചിലവാക്കുകയാണ്, ചിലവായി പോവുകയാണ്, ചിലവായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും നടക്കും, അപങ്കുരം നടക്കും.